പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് കാർപ്പൽ ടണൽ വന്നത് എന്ന് അറിയുമെന്നുള്ളതാണ്. പിന്നെ എത്രത്തോളം ഗ്രേഡ് ഉണ്ട് എന്നുള്ളതും കൂടി നോക്കണം. ആദ്യമായിട്ട് നമ്മൾ ക്ലിനിക്കലി നോക്കും. പിന്നെ അതിനുശേഷം നമ്മൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയും. ആ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ് ബ്ലോക്ക് ഉള്ളത്, മീഡിയൻ നെർവിന് എത്ര ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത്. പിന്നെ വളരെ തുടക്കത്തിലാണെങ്കിൽ ഇവിടെയുള്ള ബാക്കി നെർവുമായിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് തുടക്കത്തിലുള്ള ബുദ്ധിമുട്ട് തന്നെ ഏകദേശം തിരിച്ചറിയാൻ പറ്റും. NCV ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേഡ് 1, 2, 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 4, 5 വരെ ഉണ്ട്. അപ്പോൾ ഏർലി ഗ്രേഡ് കാർപ്പൽ ടണലാണെങ്കിൽ നമുക്ക് പിന്നെ ആദ്യം പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യുക. അതായത് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ളത് നോക്കിയിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കുറേ നേരം ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ കുറേ നേരം ബൈക്ക് ഓടിച്ചിട്ടാണ് വരുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരേ ജോലി തന്നെ അധികം ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തേത്. പിന്നെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടിയിട്ടാണോ വരുന്നതെന്നുണ്ടെങ്കിൽ അത് കുറക്കണം. ചില അസുഖത്തിൻ്റെയൊക്കെ നീര് കൂടും. അപ്പോൾ ഈ കാർപ്പൽ ടണൽ ആദ്യമേ വീതി കുറഞ്ഞ കാർപ്പൽ ടണലാണെങ്കിൽ അത് അവർക്ക് നീര് കൂടിയിട്ട് വീണ്ടും കൂടുതൽ ചെറുതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ നീര് കൂടുന്ന എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആണ്, തൈറോയിഡിൻ്റെ അസുഖം, കിഡ്നീൻ്റെ അസുഖം, അല്ലെങ്കിൽ പ്രഗ്നൻസി, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്മൾ ചികിത്സാ രീതികൾ കൊടുക്കണം.